ഓടി വന്ന് ചാടുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ സെമിനാരിയിൽ ഒരു ധ്യാനം, ഒരു കപ്പൂച്ചിൻ അച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നപ്പം ആ അച്ഛൻ ധ്യാന ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ സഹനങ്ങളെ നിങ്ങൾ കളയരുത്, അത് ഈശോയുടെ കുരിശിൻ്റെ ഈ ഭാഗത്തോട് ചേർത്ത് വയ്ക്കണം. അച്ഛൻ പറഞ്ഞു, കുരിശിൻ്റെ ഒരു സൈഡിലേ ഈശോയുള്ളൂ, ഈ ഭാഗം ഇത് വെറുതെ കിടക്കുക. ഇതാർക്കുള്ളതാ? ഇത് നിങ്ങൾക്കുള്ളതാ. ഇത് ഈ നിൽക്കുന്നത് എനിക്കുള്ളതാ. ഇത് ഞാൻ നിൽക്കേണ്ട സ്ഥലമാണ്. ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് തൊട്ട് നിങ്ങൾക്കോ എനിക്കോ ഒരു സങ്കടം വന്നാൽ നിങ്ങൾ ഫോൺ എടുത്ത് ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഹലോ എടാ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവനൊരാശ്വാസ വാക്ക് പറയും. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാളോട് പറഞ്ഞാൽ പോലും കിട്ടാത്തൊരു അനുഭവം പറയട്ടെ. ഇതേപോലൊരു കുരിശ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ കണ്ണുകളടച്ച് ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് പോയി എൻ്റെ ഈ സഹനത്തെ ഈ കുരിശിൻ്റെ ഈ ഭാഗത്തോട് ചേർത്ത് വെച്ചാൽ കുറച്ച് വെള്ളം വീണ് കിടക്കുന്ന വെള്ളം, ഒരു സ്പോഞ്ച്, ഒരു വെള്ളം വലിച്ചെടുക്കാൻ കഴിവുള്ള സ്പോഞ്ച് വെച്ചാൽ പെട്ടെന്ന് ആ വെള്ളം ഈ സ്പോഞ്ച് വലിച്ചെടുക്കുന്ന പോലെ എനിക്ക് പലവട്ടം അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില സങ്കട സമയത്ത് കുരിശെടുത്ത് ഹൃദയത്തിന്റെ ഈ ഭാഗത്തോട് ചേർത്ത് വെച്ചപ്പോ ഈ സങ്കട വെള്ളം, സങ്കടത്തിന്റെ കണ്ണുനീര് ഈ കുരിശ് അങ്ങ് വലിച്ചെടുത്ത പോലെ. പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൽ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടും ഇതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഇതുപോലൊരു കുരിശുണ്ട് എൻ്റെ കയ്യിൽ. അത് ചില സമയത്ത് ഭയങ്കര വിഷമങ്ങൾ വരുമ്പോൾ എടുത്ത് ഈ ഭാഗത്തോട് ചേർത്ത് വെച്ച് ഒരു 5 മിനിറ്റ് പിടിക്കുമ്പോൾ ഈ കുരിശ് അതങ്ങ് ആഗീരണം ചെയ്യും, അതങ്ങ് വലിച്ചെടുക്കും. നമ്മുടെ സഹനം അങ്ങ് പോകുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ സഹനങ്ങളും കുരിശിൻ്റെ ഈ ഭാഗത്തോട് ചേർത്ത് വെച്ച് സഹിച്ചാൽ ഒരു വലിയ അത്ഭുതമൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം വരുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. 48 പേരുണ്ട്, 52 പേരുണ്ട്, 48 പേരെ പറഞ്ഞുള്ളൂ. 50, 51, 53 പേര് പറഞ്ഞില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സഹനത്തെ ഇദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ അതൊരു കളം വരച്ച് എഴുതി വെച്ചു. ഒരാഴ്ച ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട റെക്ടർസ് പറഞ്ഞു, ധ്യാനമായതുകൊണ്ട് ആരും പുഴയിൽ പോയി ചാടി കുളിക്കണ്ട, ഇവിടെയുള്ള കോമൺ ടോയ്ലറ്റിൽ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം, അയ്യോ പുഴയിൽ ചാടാൻ പറ്റില്ല ഒരാഴ്ച. ധ്യാനം കഴിഞ്ഞപ്പോൾ റെക്ടർസ് പറഞ്ഞു, ധ്യാനം കഴിഞ്ഞു, ഇനി പുഴയിൽ പോയിക്കോളാം, ഒരാഴ്ച കുളിച്ചിട്ട് പുഴയിൽ ചാടില്ലാത്തതിൻ്റെ സന്തോഷം. പിള്ളേരാണല്ലോ, എല്ലാവരും കൂടെ ഓടുകയാണ്, പുഴയിലേക്ക് ഓടുകയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരൻ്റെ ഒരത്തെ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. ഞാനും പുഴയിൽ ചാടാനാണ്, ഇവ മുന്നിൽ ചാടും, ഞാൻ പുറകിൽ ചാടും. അതാണ് ഒരു എഗ്രിമെൻറ്റ്. ഞങ്ങൾ ആ പുഴയുടെ സൈഡിൽ ഇതിനും ഇഷ്ടം പോലെ ചാടിയിട്ടുള്ള സ്ഥലമാണ്. ഇവനിങ്ങനെ ഉന്നം വെച്ചോണ്ടിരിക്കുക, റെഡി 1 2 3 എന്ന് പറയണം. നീ റെഡി 1 2 3 പറയണ്ട, വേം പോയി ചാടാന്ന് പറഞ്ഞ് ഞാൻ ഇവനെ തള്ളി ഒരൊറ്റ വിടലം കൂട്ടും. ഇവൻ ഒരൊറ്റ പോക്ക് പോകുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി. ഞാനും ഇവൻ ചാടിയ സ്ഥലം നോക്കിയിട്ട് ഇപ്പുറത്ത് ചാടണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ നിലമേത്തോട്ട് ചാടില്ലേ, അപകടം പറ്റില്ലേ. അതുകൊണ്ട് ഞാൻ അവൻ ചാടിയിട്ട് പുറകെ വിടും, അത്രയും റെഡിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇവൻ പുഴയിലേക്ക് ഇതാ ചാടുന്ന കണ്ടു, അയ്യോ എന്നൊരു കാർച്ചയും കേട്ടു. ഇത്രയും കാർച്ച കേട്ടപ്പോൾ ഞാൻ വളരെ സ്പീഡിൽ പുറകെ ചാടാൻ വന്ന് ഞാൻ എൻ്റെ പവർ ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ പവർ ബ്രേക്ക് പിടിച്ച് പെട്ടെന്ന് തിരിച്ചവിടെ നിർത്തി, പെട്ടെന്ന് അതിൽ ചാടി ഇറങ്ങി. എന്നോടാ പറ്റിയത് ചോദിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ അവനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തപ്പോൾ അവൻ്റെ കാലയിൽ നിന്ന് ഇങ്ങനെ ചോര വെള്ളവും കൂടെ കൂടിയിട്ട് ചോര ഇങ്ങനെ നിറച്ച് ചോര. എവിടെയാ പറ്റിയത് പോലും അറിയത്തില്ല, മുഴുവൻ ചോരയാണ്. എന്നോടാ പറ്റി എന്തോ കൊണ്ടെന്നവൻ പറഞ്ഞു. എടുത്ത് കരയ്ക്കോട്ടിരുത്തിയിട്ട് കാലൊക്കെ തുടച്ച് നോക്കിയപ്പോൾ ഒരു ഇല്ലിയുടെ, ഒരാഴ്ച കുളിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇല്ലിയുടെ ഉണങ്ങി ഒരു കമ്പ് മുള്ളു കൂട്ടി വീണിട്ട് ഇവന് ചാടിയപ്പം ഉപ്പൂറ്റിയിലേക്ക് ഒരു ഇല്ലിയുടെ കമ്പും മുള്ളും കൂടെ അങ്ങോട്ട് കയറി, ഉപ്പൂറ്റി കയറി. ധൈര്യമുള്ളൊരു ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഇത് പെട്ടെന്ന് വലിച്ചങ്ങ് ഊരി. ഈ പെട്ടെന്നൊരു സംസാര വിഷയം ഇത് റെക്ടറച്ചനോട് പറഞ്ഞാൽ ഇന്നത്തോടുകൂടി പുഴയിലെ കുളി നിൽക്കും. അപ്പോൾ എല്ലാവരും അവൻ്റെ ചെവിയിലെങ്കിൽ ഞൊള്ളിയിട്ട് പറഞ്ഞു, ഡാ കാലയിലൊന്നും കൊണ്ടിട്ടില്ല, പറഞ്ഞേക്കരുത്. ഓക്കെ, പറയില്ല. കാലെ കൊണ്ട് കാലും മരച്ചു പോയോണ്ട് ഇവൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് വെച്ച് അരച്ച് ഏറ്റവും നല്ല മരുന്നല്ലേ, അടിച്ച് സെറ്റാക്കി വിട്ടു. അന്ന് രാത്രിയിൽ ഒരു കുഴപ്പം ഉണ്ടായില്ല. പിറ്റേ ദിവസം കാലിനൊരു ചട്ട്. അന്ന് പകലും ഇവൻ ആരോടും പറഞ്ഞില്ല. അന്ന് രാത്രിയിൽ ഇവൻ പുതപ്പിങ്ങനെ മൂടി രാത്രി 11:30 ആയപ്പം ഇങ്ങനെ കിടന്ന് വിങ്ങിക്കാറുകയാണ്. അവസാനം ഇവൻ്റെ കാല് നോക്കിയപ്പോണ്ട് ചോര ചത്തിട്ട് നീല നിറത്തിൽ ഉപ്പൂറ്റിയുടെ ഭാഗം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നീര്
ആ കാൽപാദം മുഴുവൻ നീരിങ്ങനെ കയറിയ ഒരു സെക്കൻഡ് കണ്ണടയ്ക്കാൻ പറ്റിയല്ല. അപ്പോൾ റെക്ടറച്ഛൻ 10 മണിയായപ്പോൾ അച്ഛൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നായിരുന്നു. 11:30 ആയപ്പോൾ ലീഡർ ചെന്ന് വാതിൽ മുട്ടി. അച്ചോ, ഒരാളുടെ കാലയിൽ മുള്ളു കൊണ്ടുവന്നു. രാത്രി മുള്ളോ? അച്ഛനൊരു ചൂരലും എടുത്ത് പാകിസ്ഥാൻകാർ യുദ്ധത്തിന് വന്നാന്നാണ് കേട്ടത്. ഒരു വടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നു. ലൈറ്റ് അങ്ങോട്ട് ഇട്ടു. രാത്രി 11:30 ലൈറ്റ് ഇട്ടിട്ട് ആരുടെ കാലയിൽ മുള്ളു കൊണ്ടെന്ന് ചോദിച്ചു. എൻ്റെ അച്ചോ കാലേ മുള്ളുകൊണ്ട്. കുറേ വഴക്ക്. എത്ര നാളാണ് കൊണ്ടിട്ട്? 2 ദിവസമായി. എന്നാ പറയാഞ്ഞത്? ഒന്നും മിണ്ടിയില്ല. നേരെ ആശുപത്രി കൊണ്ടുപോയി. കാല് കീറി. രാത്രി 12:30 ആയപ്പോൾ ഡോക്ടറെ വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഡോക്ടറുടെ ഉറക്കം പോയോണ്ട് ഡോക്ടർക്ക് ഒരു വിഷമം. ഡോക്ടർ ആ ദേഷ്യം മുഴുവൻ ഇവനോട് പറഞ്ഞു തീർത്തു. 2 കവിൾ സംസാരിച്ചു ഡോക്ടർ ഇവനോടും. ഡോക്ടറുടെ ആ ഉറക്കം പോയതിന് ദേഷ്യമല്ല ഇവനോട് തീർത്തു. ഇവനൊന്നും മിണ്ടിയില്ല. കാല് കീറിയപ്പോൾ ഇല്ലിയുടെ ഒരു കുഞ്ഞൊരു കമ്പ്, മുള്ളു പോലെ ഒരു കമ്പ് അകത്തിരുന്നത് ഡോക്ടർ എടുത്ത് കൊടുത്തു. ഇതാണ് നിന്റെ കാലെ കൊണ്ട മുള്ളത്, നീ സൂക്ഷിച്ച് വെച്ചോളാൻ പറഞ്ഞു രാത്രിക്ക്. ഇവനത് സൂക്ഷിച്ച് എടുത്തുകൊണ്ട് വന്ന് ഇവനത് പെട്ടിക്കകത്ത് കൊണ്ട് വെച്ചു. പെട്ടിക്കകത്ത് കൊണ്ട് വെക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. 1-ാം വർഷം തൊട്ട് ഇവൻ്റെ അമ്മ വീട്ടിലെ സങ്കടങ്ങൾ എഴുതുന്ന കത്ത് മുഴുവൻ ഇവൻ്റെ ഷർട്ടും ഉടുപ്പും അടുക്കി വെച്ചിരിക്കുന്ന ബാഗിൻ്റെ അടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മുഴുവൻ ഇല്ലെങ്കിലും എനിക്ക് വന്നിട്ടുള്ള മുഴുവൻ കത്ത് ഞാൻ അന്നേരം കീറി കളഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാണ് നമ്മൾ ചുമക്കുന്നത്? ഇവൻ ആ എഴുത്തിൻ്റെ കൂടെ ഈ മുള്ളും കൊണ്ട് വെച്ചു. ഒരു ദിവസം സെമിനാരി കിടക്കുമ്പോൾ അച്ഛൻ വന്ന് അപ്പുറത്തെ കട്ടിലേരുന്നിട്ട് ചോദിച്ചു, എന്നാലും നിന്റെ കാലയിൽ ഇല്ലിമുള്ളു കൊണ്ടിട്ട് നീ എന്നടാ പറയാതിരുന്നേ? നിനക്ക് വായി നാക്കില്ലായിരുന്നോ? എന്താ പറയാത്തത്? അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ ഇങ്ങനെ കട്ടിലേലോട്ട് അല്പം കയറി ഇരുന്നിട്ട് ആ ബാഗിൽ നിന്ന് ആ ഒരു 2 ഇല്ലൻ്റെ എഴുത്തെടുത്തിട്ട് അച്ഛൻ്റെ കഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ ആ എഴുത്ത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ചാച്ചൻ കുടിക്കുമല്ലേ? ആ കുടിക്കും അച്ഛോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് സംശയം ചോദിച്ചു, അപ്പൻ്റെ കുടിയും കാലയെ കൊണ്ട മുള്ളും തമ്മിൽ എന്താണ് ബന്ധം? അതൊരു ബന്ധമില്ലല്ലോ. കാലെ മുള്ളു കൊണ്ടു അപ്പൻ്റെ കുടി, ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ല കാലെ കൊണ്ട മുള്ളും അപ്പൻ്റെ മദ്യപാനവും തമ്മിൽ ബന്ധം. അപ്പോൾ ഈ വ്യക്തി ഉടനെ അച്ഛനോട്, ഒരു ദൈവശാസ്ത്രമോ ഒരു തത്വശാസ്ത്രമോ പഠിച്ചിട്ടില്ലാത്ത ഈ വ്യക്തി റെക്ടറച്ഛനോട് പറയുകയാണ്, അച്ഛാ, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കുടി നിന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ സെമിനാരി പഠിക്കുകയാണ്. എൻ്റെ അപ്പച്ചൻ ഇന്നും കുടിക്കുന്നയാളാണ്. ധ്യാനിപ്പിക്കാൻ വന്ന അച്ഛൻ പറഞ്ഞു, ജീവിതത്തിലെ ഓരോ സഹനങ്ങളും കുരിശിനോട് ചേർത്ത് വെച്ചാൽ അവിടെ ഒരു അത്ഭുതം കാണുമെന്ന്. അതുകൊണ്ട് എനിക്ക് വേദനയുണ്ടായി. അത് വേദന കൂടിക്കൂടി വന്ന സമയത്ത് ഞാൻ എല്ലാവരും കിടന്നുറങ്ങിയ 1-2 രാത്രികളിൽ അത് കുരിശിനോട് ചേർത്ത് വെച്ച് എൻ്റെ അപ്പച്ചൻ്റെ മദ്യപാനം നിർത്തിത്തരണേ, എൻ്റെ അപ്പച്ചൻ്റെ മദ്യപാനം മാറ്റിത്തരണേ എന്ന് എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും കാലെ കൊണ്ടൊരു മുള്ളിൻ്റെ വേദന നേരെ അപ്പച്ചൻ്റെ മദ്യപാനം മാറ്റാൻ വേണ്ടി കാഴ്ചവെച്ച് ഈ വ്യക്തി 10-21 വയസ്സുള്ള ഒരു വ്യക്തി പ്രാർത്ഥിച്ചു. എന്തേലും റിസൾട്ട് ഉണ്ടോന്ന് അറിയണ്ടേ? 4 മാസം കഴിഞ്ഞു. 4 മാസം എന്ന് പറഞ്ഞാൽ 3, 4, 12, 120 ദിവസം ഏകദേശം കഴിഞ്ഞപ്പോൾ ഇവനൊരു സന്തോഷ വാർത്ത അവൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ കിട്ടി. വാർത്ത ഇതാണ്, മോനെ, ചാച്ചനിപ്പോൾ കുടിക്കുന്നില്ല. അവനൊന്നും കൂടെ ചോദിച്ചു, ചാച്ചൻ കുടിക്കുന്നില്ലേ? മോനെ, ചാച്ചൻ്റെ കുടി നിർത്തി, നീ വിഷമിക്കണ്ട, ചാച്ചനിപ്പോൾ ഒന്നും കുടിക്കുന്നില്ല, ഒട്ടും കുടിക്കുന്നില്ല. ചാച്ചനെ തലശ്ശേരി പ്രതീക്ഷയിൽ കൊണ്ടുപോയി 24 ദിവസം ഇട്ട് ചികിത്സിച്ച ആളാണ്. എന്നിട്ട് കുടി നിർത്താത്ത ആളാണ്. കുടി നിർത്തിയതിൻ്റെ രഹസ്യം എന്നാണെന്നറിയണ്ടേ? അന്ന് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എടാ, ഞാനും നീയും ഒക്കെ ഈ പള്ളിയുടെ മുഴുവൻ വാതിലും അടച്ച് ലൈറ്റും ഓഫ് ചെയ്ത് രാത്രി 12 മണിക്ക് ഈ അൽത്താരയുടെ മുന്നിലിരുന്ന് ഒരു തുള്ളി കണ്ണുനീരി കവളിലൂടെ വീണാൽ ആരറിയും? അത് തലയ്ക്ക് മുകളിലിരിക്കുന്ന ദൈവം അത് കാണും. ഒരിക്കൽ കൂടി കേട്ടോ, ഞാനും നിങ്ങളും കരയുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ കരയുന്നത് എൻ്റെ ജീവിത പങ്കാളി പോലും കാണാനില്ലല്ലോ, മക്കൾ കാണാനില്ലല്ലോ, കൂടപ്പിറപ്പ് കാണാനില്ലല്ലോ. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം ഉറപ്പ് പറയട്ടെ, ഞാനും നിങ്ങളും കരയുന്നത് കാണാൻ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ഒരു സഹനത്തിൻ്റെ മുമ്പിലും തളരരുത്.